കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഇതുപോലത്തെ മനുഷ്യരുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സംഭവങ്ങളും ഉണ്ടാവുമ്പോൾ ആ സംഭവങ്ങളിൽ ചതിക്കപ്പെടുന്നവർ, വഞ്ചിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കഥകൾ എത്രയോ നാളുകളായി സാമൂഹ്യ മാധ്യമത്തിൽ വായിക്കുക. ഇപ്പോഴാണെങ്കിൽ മുഴുവൻ സ്ത്രീകളുടെ കയ്യിലും ഈ തേക്കുന്ന ഫോണും അതിനകത്ത് യൂട്യൂബും അതിനകത്ത് ഫേസ്ബുക്കും കണ്ടുകൊണ്ടിരിക്കുക, ഒത്തിരി പ്രായമായവർ വരെ. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും ഒന്നിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്നൊരു പഴയ സംഭവം, ഞാനത് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇതും കൂടി കണ്ടേ, അപ്പോൾ രണ്ടുകൂടെ ചേർത്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഒന്ന്, നമ്മുടെ അൽമുക്താദിർ കള്ളനുണ്ടല്ലോ, തൊപ്പിയും താടിയും വെച്ച തെണ്ടിക്കള്ളൻ, ഒരുപാട് പാവപ്പെട്ടവരെ പറ്റിച്ചവൻ. ഇപ്പോൾ അവന് ഒരു പുതിയ തന്ത്രം, ഈ കാശ് കൊടുക്കാനുള്ള പാവത്തങ്ങളുടെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുക. അത് വേറൊന്നുമല്ല, അവനൊരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി LLC എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒരു പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തിട്ട് അവൻ പറയുകയാണ്, ഈ കമ്പനി നിലവിൽ വന്ന് നമ്മുടെ അസറ്റ് എല്ലാം ടേക്ക് ഓവർ ചെയ്ത് ബാക്കിയെല്ലാം കൂടെ ചെയ്ത് കുറേശ്ശെ കച്ചവടം നടത്തി കൊടുക്കാൻ, കുറേശ്ശെ കച്ചവടം നടത്തി കൊടുക്കാൻ അവൻ്റെ കയ്യിൽ എന്തോ ഡെപ്പി മണിയായിരിക്കുന്നത്. അവൻ്റെ കട പോലും വല്ലവൻ്റെയും ചെലവിൽ വാടകയ്ക്ക് എടുത്ത് പറ്റിച്ചുകൊണ്ട് പോയേക്കുക. വാടകയ്ക്ക് കൊടുത്ത കടക്കാർ ഓടിച്ചെന്ന് ഷട്ടർ പൊക്കി നോക്കിയത് അതിനകത്തുനിന്ന് കല്ലിളക്കി കൊണ്ടുപോയെന്ന്. ആ തരത്തിലെ ഒരു കാട്ടുകള്ളൻ. അവൻ്റെ കൂടെ കുറച്ച് തൊപ്പിയും താടിയും വെച്ച കള്ളന്മാർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു നാടിനെ മൊത്തം പറ്റിച്ച് തേച്ചോണ്ട് പോയിരിക്കുക. പോയിട്ട് വീണ്ടും അതിൽപ്പെട്ട ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഈ കാശ് കയ്യിലുണ്ട്. നമ്മൾ സാറിന് പറയത്തില്ലയോ, ഈ പണം എന്നൊക്കെ പറയുന്ന സംഗതി ഈ പടച്ചോൻ ബുദ്ധി നോക്കിയൊന്നും കൊടുക്കുന്ന സാധനമൊന്നുമല്ല. അത് കുറച്ചു പേർക്ക് അവൻ കൊടുക്കുക വീതിച്ച്. ചിലപ്പം ഇത് കൈകാര്യം ചെയ്യാത്തവൻ്റെ കയ്യിൽ വലിയ സാധനം കിട്ടും. അവനിത് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറഞ്ഞ പോലെ എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അതവനിങ്ങനെ വെച്ചേക്കുക. അപ്പോഴാണ് ഇതുപോലെ ചിലപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയായിരിക്കും. അപ്പോഴാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുത്തൻ ഇറങ്ങുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കും. അത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബ്രോക്കർമാരായിട്ടുള്ള കുറച്ച് കാളകളും നാറികളും ഇറങ്ങും. യവന്മാരെല്ലാം കൂടെ ഇറങ്ങി ഒരു നാടിനെ മൊത്തം പറ്റിച്ചുകൊണ്ട് പോയി. ഇത് തുടങ്ങിയപ്പോഴേ ആദ്യം യൂട്യൂബ് ചെയ്ത ഒരാളാണ് ഞാൻ. അള്ളാടെ 99 നാമങ്ങൾ കേരളം മുഴുവൻ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ 10,000-ലിരുന്ന കാശ് വരെ ഇളകാത്തവർ വരെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന്. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയുക, ഇനിയും കമ്പനി ഉണ്ടാക്കിയിട്ട് ബാക്കി ഇരിക്കുന്നേ കുടിഞ്ഞു കൊണ്ടുത്താ, ഞാനങ്ങോട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞാൽ അന്നേരം ഈ കള്ളന് കാശ് കൊണ്ട് കൊടുക്കും. നിങ്ങൾ അത് കൊടുക്കരുതെന്ന് പറയാനാ. പോയത് പോയി ദിക്റും സലാത്തും ചെല്ലിയാൽ മതി. അവന് പൊരുത്തപ്പെട്ടോട്, അവൻ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടട്ടെ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇപ്പോൾ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഇതുകൂടെ പറയണമെന്ന് വിചാരിച്ചത്. ആത്മീയ യൂട്യൂബർ അവനെ അറസ്റ്റ് ചെയ്തെന്ന് പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞാൽ ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. എന്നാലോചിച്ച് നോക്ക്, കണ്ണടച്ച് കിടന്നാൽ അവൻ ചില പരിപാടികളിലൂടെ ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കും. അവനും യൂട്യൂബറാണ്. അവൻ യൂട്യൂബിനകത്ത് ഇതുണ്ടാക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ ഇതിന് അവൻ്റെ മുമ്പിൽ പോയി ഇരുന്നു കൊടുക്കുകയും കിടന്നു കൊടുക്കുകയും ചെയ്യുന്നവരെ എന്തോ വേണം യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പല്ലും തേക്കാത്ത, താടിയും നീട്ടി വളർത്തി, ഒരു തൊപ്പിയിട്ട് നാട്ടിലൊക്കെ സാമൂഹ്യ വിരുദ്ധനായിട്ടോ അല്ലെങ്കിൽ 10 പൈസയുടെ വിവരമില്ലാതോ നടക്കുന്ന ഒരു കാളൻ ഒരു ദിവസം രാവിലെ അങ്ങ് ആത്മീയ സംഗതിയാവുമ്പോൾ ആളുകൾ മുഴുവൻ അലമുറയിട്ട് മതി മറന്ന് അങ്ങ് ചെന്നു കൊടുക്കുക. കണ്ടില്ലേ, ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ട് കിടന്ന ആറ്റക്കോയ പൂക്കോയ എന്നും പറഞ്ഞ ഒരാൾ നടന്ന് കാശ് വാരുന്നത്. ഇപ്പോൾ ഇവൻ്റെ പേരെന്താ, സജിൻ ഷറഫുദ്ദീനോ എൻ്റെ ഒരു പേരങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ നോക്കിയില്ല. എന്തിനാ അവൻ്റെയൊക്കെ പേര് പറഞ്ഞെന്തോ തന്നെ, സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും അല്ലല്ലോ. ആ ചാനലും കൊണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അവനെ. ആ ചാനലും കൊണ്ട് നടന്ന് ആളുകളെ പറ്റിച്ച് പീഡിപ്പിച്ചതിന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇനി ഒരുപാട് പെണ്ണുങ്ങൾ കേസ് കൊടുക്കാൻ നിൽക്കുന്നെന്ന്. ഇവൻ ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ നടന്നതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഉണ്ടായില്ലെന്നോർത്ത് സമാധാനപ്പെട്ടുന്നില്ലേ. അതല്ലെങ്കിൽ ഉണ്ടാക്കുന്നവൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നിലവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്.